വയനാട് പുൽപ്പള്ളി, അമരക്കുനി, തൂപ്ര, ദേവർഗദ്ദ, ഊട്ടിക്കവല പ്രദേശങ്ങളിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായതോടെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. പ്രദേശത്തെ ക്ഷീരകർഷകർക്കായിരുന്നു കടുവ സാന്നിധ്യം കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചത്. വയനാട്ടിൽ നിന്ന് രതീഷ് വാസ്തവിന്റെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ വയനാട് പുൽപ്പള്ളി ദേവർഗദ്ദ കവലയിലാണ്. 10 ദിവസമായി അടഞ്ഞുകിടന്ന ഒരു പാൽ സംഭരണ കേന്ദ്രമാണ് ഇത്. ഇപ്പൊ നാട്ടുകാരൊക്കെ പാലളക്കാൻ വന്നിട്ടുണ്ട്. ചേട്ടാ, ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലോ അല്ലേ? ഉണ്ടായിരുന്നു, പേടിയായിരുന്നു എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്നത്തോടു കൂടി മാറി. എന്തായാലും സമാധാനമായി. ഇപ്പൊ മര്യാദയ്ക്ക് ഇപ്പൊ പോയി ഉരുവട്ടാനും പറമ്പിൽ കൂടെ പോകാനൊക്കെ പറ്റും. ഇപ്പം ഈ 10 ദിവസം വലിയ പ്രയാസവും പാടുമായിരുന്നു. പ്രയാസമായിരുന്നു. പിന്നെ എപ്പോഴാണ് ഏരിയ വരികയെന്ന് പറയാൻ പറ്റിയല്ലോ. അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുമല്ലേ ആൾക്കാര്. എന്തായാലും ഇപ്പൊ ഒരു സമാധാനമായി. കടുവ പിടിച്ചതിൽ ആശ്വാസമുണ്ട്. കഴിഞ്ഞ 8-10 ദിവസമായിട്ട് ഞങ്ങള് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ 6:45 പാല് കൊടുത്തേച്ച് 7 മണിയാകുമ്പോൾ പുല്ല് വെട്ടാൻ പോകുന്നവരാ. തോട്ടമാണല്ലോ എല്ലായിടും. തൊഴുത്തിൽ നിന്ന് ഒരു ചെറിയ ഒച്ച കേട്ടാൽ പോലും എഴുന്നേറ്റ് അപ്പം തന്നെ നോക്കണം എന്താ സംഭവിക്കുന്നത്. രാവിലെ പശു തൊഴുത്തിലുണ്ടോ എന്നുള്ളത് രാവിലെ കറക്കാൻ ചെല്ലുമ്പം ആദ്യം പശു ഉണ്ടോ കിടാക്കളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ കറക്കാനായി അടുത്ത പണിയിലേക്ക് പോകുന്നത്. അത്ര ആശങ്കയിലായിരുന്നു. ധൈര്യമായിട്ട് ഇനി പുറത്തോടെ ഇറങ്ങി നടക്കാമല്ലോ. പുല്ലി എത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര അതുപോലെ റബ്ബർ വെട്ടാൻ പോകൊക്കെ രാവിലെ. അതുകൊണ്ട് വൈകുന്നേരം ഒരു 4 മണി സമയത്തൊക്കെ ആയിരുന്നു റബ്ബർ വെച്ചുകൊണ്ടിരുന്നത്. ഒരാശ്വാസമായി. തീർച്ചയായും ഇത് ഈ സാധാരണക്കാരായ ഈ നാട്ടിലെ ആളുകളുടെ ഒരു വലിയ ആശ്വാസത്തിന്റെ വാക്കുകളാണ്. എന്തായാലും കടുവ ആ ഭീതി തൽക്കാലം ഒഴിഞ്ഞിരിക്കുന്നു. ആ പ്രതീക്ഷയിലാണ് ദേവർഗദ്ദയിലെയും ഈ തൂപ്രയിലെയും അമരക്കുനിയിലെയും ഒക്കെ നാട്ടുകാർ. വയനാട് അമരക്കുനി ദേവർഗദ്ദയിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.